മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഉടൻ രാജ്യത്തെത്തിക്കും. പ്രത്യേക വിമാനത്തിലാണ് അമേരിക്കയിൽ നിന്ന് തഹാവൂർ റാണയെ ഡൽഹിയിലെത്തിക്കുക. തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുമുള്ള തയ്യാറെടുപ്പുകൾ NIA ആസ്ഥാനത്ത് പൂർത്തിയായി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി, വിനീത വിജയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, അല്പസമയത്തിനകം അദ്ദേഹത്തെ എത്തിക്കും എന്നുള്ളതാണ്. വലിയ സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം നിലവിലുള്ളത്. അദ്ദേഹത്തെ എത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ചോദ്യം ചെയ്യുന്നതിന് വലിയ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘം തയ്യാറായിട്ടുണ്ടല്ലോ. തഹാവൂർ റാണയും കൊണ്ടുള്ള വിമാനം അല്പസമയത്തിനകം പാലം വിമാനത്താവളത്തിലേക്ക് എത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തെ ഡൽഹിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓൺലൈനിലൂടെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി NIAയുടെ DG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം തയ്യാറാണ്. വിനീത വിജയ്, വിശദാംശങ്ങൾ പറയൂ. അനുജ, നമ്മളിപ്പോൾ നിൽക്കുന്നത് NIA ആസ്ഥാനത്തിന് മുൻപിലാണ്. ഇവിടെ എത്തിച്ചാൽ മറ്റ് നടപടിക്രമങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വിവിധ ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു കേസാണ്. അങ്ങനെ തന്നെയാണ് ഈ കേസിനെ കേന്ദ്ര ഏജൻസികളും അന്വേഷണ സംഘവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ അതുപോലും പുറത്തുവിടാത്ത തരത്തിൽ പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് പുലർച്ചെയോടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അല്പസമയത്തിനകം എത്തുമെന്നുള്ള ചില വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും NIAയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര ഏജൻസികളോ കേന്ദ്രമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവനയോ അത്തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണമോ നൽകിയിട്ടില്ല. ഈ NIA ആസ്ഥാനത്തിന് മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ ഇവിടെ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട NIA എടുക്കേണ്ടതിനുള്ള നടപടിക്രമങ്ങൾ, ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ NIA ആസ്ഥാനത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. 12 അംഗമായി ഉള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ 2 മറ്റ് അന്വേഷണ ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ NIA ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അത്തരത്തിലേക്കുള്ള കേസുകളെ കുറിച്ച് അന്വേഷിക്കുന്ന പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരടക്കം അടങ്ങുന്ന 12 പേരെയാണ് ഇതിന്റെ പ്രത്യേക അന്വേഷണ ചുമതലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഒക്കെ മേൽനോട്ടം അദ്ദേഹം തന്നെ വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കും. മുംബൈ ഭീകരാക്രമണ കേസ് മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കും. പിന്നീടുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം പൂർത്തിയായി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ സുരക്ഷയിലാണ് നിലവിൽ ഡൽഹിയുള്ളത്.